ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാനും അതുപോലെ തന്നെ മുടി ആർത്തി കേൾക്കാനും സഹായിക്കുന്ന അടിപൊളിയൊരു ടിപ്പാണിത്. ഇനി നമുക്ക് മുടി പൊടിച്ചിലുണ്ടാകത്തില്ല, മുടി കാട് പോലെ വളരുകയും ചെയ്യും, മുടി വെട്ടി വെട്ടി മടുക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ളത് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ അളവിനാണ് നമ്മുടെ ഗ്രാമ്പൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂട്ടിയെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്രാമ്പൂ ആണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല ഒരുപാട് പഴക്കമുള്ള ഗ്രാമ്പൂ ഒന്നും എടുക്കരുത്. നല്ല ഒരു അതിൻ്റെ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു എഫക്റ്റ് അറിയാമല്ലോ, നല്ലൊരു ഇതുള്ള ഗ്രാമ്പൂ വേണം എടുക്കാനായിട്ട്. നമ്മൾ പുതിയത് മേടിച്ച ഗ്രാമ്പൂ വേണം എടുക്കാൻ, ഇരുന്ന് പഴകിയതെടുക്കരുത്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ റോസ്മേരിയാണ് കേട്ടോ. അതെല്ലാം ഓൺലൈനിലും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അങ്ങാടി കടകളിലും കിട്ടുന്നതാണ് റോസ്മേരി. ഒരാൾ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു റോസ്മേരി എന്താണെന്ന്. ഇതാണ് റോസ്മേരി. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും, അതുപോലെ തന്നെ അങ്ങാടി കടയിലും കിട്ടും കേട്ടോ. മേടിക്കാനായിട്ട് വളരെ നല്ലതാണ്, മുടി ആർത്ത് കേൾക്കാൻ സഹായിക്കുന്ന റോസ്മേരി. ഇപ്പോൾ എല്ലാവരും ഓൺലൈനിലൂടെ റോസ്മേരി വാട്ടർ മേടിക്കാറുണ്ട്. വെറുതെ കാശ് കളയേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്രാമ്പും ഈ റോസ്മേരി 2 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പൂവും പിന്നെ 1 ടീസ്പൂൺ അളവിൽ റോസ്മേരിയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എടുക്കണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയും അത് ചെയ്യുള്ളൂ, ഒരുപാട് തിളപ്പിക്കരുത്. ഇത് ഒരൊറ്റ തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തിന് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളതായത് കാരണം ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തലേന്ന് നിങ്ങൾ ഇത് രണ്ടും കൂടെ പച്ച വെള്ളത്തിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല രീതിയിൽ വരും. പക്ഷെ നമുക്ക് പെട്ടെന്നൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഒരു കളറൊന്ന് മാറുന്നത് കാണാൻ പറ്റും. നല്ല രീതിയിൽ തിളച്ചിട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലെല്ലാം നല്ലൊരു സ്മെല്ലാണ്, പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നിങ്ങൾക്ക് വേണം ഇത് അരിച്ചെടുക്കാം. നമുക്കിന്ന് ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം അരിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അപ്പോൾ ഈ ഒരു കളർ കണ്ടില്ല, നല്ലൊരു എഫക്റ്റാണ്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് പറയാനായിട്ട്, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നെല്ലിക്ക ഉണ്ടെങ്കിൽ, ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി ഇടുന്നത് നമ്മുടെ നരച്ച മുടിനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നല്ല കറുത്ത് തിളങ്ങാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ മുടിയെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറുക്കാനും സഹായിക്കുന്നതാണ് നെല്ലിക്കാപ്പൊടി. ഇതിനെല്ലാം ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഗ്രാമ്പൂ ഒക്കെ മുടി നല്ലപോലെ കിളുക്കാനൊക്കെ സഹായിക്കും കേട്ടോ. നരച്ച മുടീനെയൊക്കെ നല്ല കട്ടക്കറുപ്പാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഗ്രാമ്പൂ. അതുപോലെ റോസ്മേരി നമ്മുടെ മുടീനെ കാട് പോലെ വളർത്തും. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അരിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതുപോലൊരു കുപ്പി എടുക്കാം. ഇത് നമ്മുടെ ചില്ല് കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നും ഒഴിച്ച് വെക്കരുത്. ഇതുപോലെ ചില്ലുകുപ്പി എടുക്കുക. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചതിൻ്റെ ഇതുണ്ടല്ലോ, അത് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അരിച്ച് കാണിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിച്ച് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഉപയോഗിക്കാൻ വേണ്ട, അത് നമുക്ക് പിറ്റേ ദിവസം എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട് അതിൽ ആറി കഴിയുമ്പോഴത്തേക്ക് ആവശ്യമുള്ളത് മാത്രം അരിച്ചെടുക്കുക. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലും ഒക്കെ ഫുൾ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ചെറിയ രീതിയിലൊരു മസാജൊക്കെ ചെയ്ത് വിടുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേ രീതിയിലൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കുന്ന ഒക്കെ ടിപ്പുകളും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ്റെ കളർ കണ്ടില്ലേ, അടിപൊളി ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം. ഒന്ന് തൊട്ടാൽ മാത്രം മതി, നമ്മുടെ മുടിയൊക്കെ ആർത്തി കേൾക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, വീട്ടമ്മമാരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
കഴിയുമ്പോഴത്തേക്കും മുടിയിലേക്ക് ഇത് പിന്നെ തണുപ്പ് മാറാൻ വേണ്ടി കുറേ നേരത്തെ വെളിയിലേക്ക് വെച്ചതിന് ശേഷം തണുപ്പ് മാറിക്കഴിഞ്ഞ് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. തലമുടിയിലെല്ലാം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഡെയിലി കുളിക്കുന്ന ദിവസവും രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കുളിച്ച് നോക്കും. വളരെ നല്ല റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് വിടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പില്ലർ ആണെങ്കിൽ എടുക്കാം. ഇപ്പോൾ എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കാരണം ഞാനൊരു സിറിഞ്ചില്ല, നമ്മുടെ അതിലാണ് എടുക്കുന്നത്. സ്പില്ലർ ആണെങ്കിൽ എടുത്താൽ മതി. അതിലേക്ക് നമുക്കൊന്ന് കുറച്ച് എടുത്തതിന് ശേഷം നമ്മുടെ മുടിയെ ചീപ്പ് കൊണ്ടാണെങ്കിലും അല്ല കൈ കൊണ്ടാണെങ്കിലും വകഞ്ഞ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് തലയൊട്ടി തലയെല്ലാം ഫുള്ളും നല്ല രീതിയിലൊരു മസാജൊക്കെ ചെയ്തതിന് ശേഷം മുറുക്കി കെട്ടി വെക്കുകയാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. നല്ല രക്തയോട്ടമൊക്കെ നല്ലപോലെ ഒരു ചെറിയ മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയെ പൊടിഞ്ഞു പോകുന്ന മുടി പോലും നല്ല രീതിയിൽ അവിടെ എല്ലാം നല്ല രീതിയിൽ ആർത്തി കിളുക്കാനും മുടി പൊടിച്ചിൽ മാറും. അലർജി ഇല്ല, ഇതൊന്നും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. എനിക്ക് അലർജി കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ ഇതാണ് ചെയ്യാറുള്ളത്. എൻ്റെ മുടി ഒത്തിരി മുടി പൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് മുടി പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുടിയെല്ലാം ഈ രീതിയിൽ ഇപ്പം എൻ്റെ മുടി കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് മുടിയൊന്നും എനിക്കില്ല, എന്നാലും ആവശ്യത്തിനുള്ള മുടി മാത്രമേ ഉള്ളെങ്കിലും അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള മുടി മാത്രമേ ഉള്ളൂ, ഒത്തിരി മുടിയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ പിന്നെ തൈറോയിഡൊക്കെ വന്നത് കാരണമാണ് ഇത്രയും മുടി എനിക്ക് പൊഴിഞ്ഞൊക്കെ പോയിട്ടുള്ളത്. ഇപ്പം എന്നാലും കുറച്ചൊക്കെ മുടി നല്ല രീതിയിൽ കിളുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പില്ലറി എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ മുടിയൊക്കെ വഴിഞ്ഞിട്ട് അതിലേക്ക് തലയോട്ടിയിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം, കാര്യം ഒരുപാട് ഉള്ളില്ലാത്ത മുടിയാണ്, നല്ല പഞ്ഞി പോലത്തെ സൈസ് ഒരു മുടിയാണ്, കട്ടിയില്ലാത്ത മുടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ നെറ്റിയുടെ ഈ സൈഡിലെല്ലാം ഒരുപാട് മുടി പൊടിച്ചിലുണ്ടായിരുന്നു കേട്ടോ. കണ്ട് ഈ ഒരു ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുടി പൊടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് കിളുത്ത് വരുന്നുണ്ട്. ചെറിയ ഹെയർസ് ആയിട്ട് നെറ്റിയുടെ സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഹെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് മുടിയൊന്നുമില്ല, ഇത്രയൊക്കെ മുടിയുള്ളൂ. എന്നാൽ ആ ഉള്ള മുടീനെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ നല്ലപോലെ മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ വേണം നമ്മൾ മുടിയൊന്ന് വകഞ്ഞതിന് ശേഷം ഇതേപോലെ വേണം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് പിന്നെ മുടിക്ക് കുളിക്കാൻ നേരത്ത് സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അതിൻ്റെ അത് ഷാമ്പോ കാര്യങ്ങളോ ഒന്നും തലയിൽ തേച്ച് കഴുകേണ്ട കാര്യമില്ല. സ്മെല്ല് കാര്യങ്ങൾ ബാഡ് സ്മെല്ലൊന്നുമില്ല, നല്ലൊരു മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളും നമ്മുടെ തലമുടി ചെടിച്ചിട്ടതിന് ശേഷം തലയുടെ പിറകിലൊക്കെ ആയിട്ടും ചെറിയ ഹെയറൊക്കെ വരാനായിട്ടും മുടിയൊക്കെ നല്ല രീതിയിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിളുത്ത് വരാനായിട്ടും ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് എൻ്റെ മുടിയെ, ഒത്തിരി മുടിയൊന്നുമില്ല, കുറച്ച് മുടിയൊക്കെ നല്ല ഉള്ള മുടീനെ പൊഴിയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറുപ്പായിട്ട് തന്നെ മുടി വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ചെയ്യാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.